മതം മാറി മുസ്ലിം ആയാൽ ഇനി ഈ ന്യൂനപക്ഷ സംവരണമൊന്നും കിട്ടില്ല. ഇത് പറഞ്ഞിട്ടുള്ളത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ജാതി സംവരണമാണുള്ളത്. മതങ്ങൾക്ക് സംവരണമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് സംവരണം ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു വിധി എത്രത്തോളം ഒരു പ്രധാനമാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്? അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ മതപരമായ? അല്ല, ഭരണഘടന അനുസരിച്ച് സംവരണം കൊടുക്കുന്നത് ജാതിയാണ് സംവരണത്തിൻ്റെ മാനദണ്ഡം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 1000 ആണ്ടുകളോളം ജാതി വിവേചനം നിലനിന്നിരുന്ന ഇന്ത്യയിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ അധികാരം, പണം, പദവി, പ്രശസ്തി ഇതൊക്കെ കൈയടക്കുന്നതിൽ നിന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങളെ അകറ്റി നിർത്തിയിരുന്നു. അവരാണ് പിന്നാക്ക ജാതികൾ എന്ന് അറിയപ്പെടുന്നവർ. അവർക്ക് അധികാരമില്ല, പണമില്ല, പദവിയില്ല, പ്രശസ്തിയുമില്ല. അവരകറ്റി നിർത്തിയിരുന്നു. അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന നിലക്കാണ് ഭരണഘടനാ ശില്പികൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തിയത്. ആദ്യം ഇത് കിട്ടുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിരുന്നു. ഇന്ത്യയുടെ ചരിത്രം നോക്കുന്ന സന്ദർഭത്തിൽ കാണാവുന്നൊരു കാര്യം, ദീർഘകാലം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, ഹിന്ദുവില്ല, പട്ടികജാതി പട്ടികവർഗം അല്ലാത്ത ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾ, പിന്നാക്ക ജാതികൾ വലിയ രീതിയിലുള്ള അവഗണന നേരിട്ടിരുന്നു. അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരികയും അപ്പോഴും പിന്നാക്ക ജാതിക്കാർക്ക് സംവരണം വരികയും ചെയ്തു. അപ്പോൾ സംവരണം എപ്പോഴും ജാതി മാനദണ്ഡമാക്കി കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ കൊടുക്കാനായിട്ട് വ്യവസ്ഥയില്ല, ഭരണഘടനയിൽ വ്യവസ്ഥയില്ല. കാരണം ഭരണഘടന അനുസരിച്ചിട്ട് ജാതി മാനദണ്ഡമാക്കിയിട്ട് നിങ്ങൾക്ക് സംവരണം കൊടുക്കാം, ആർക്ക് വേണേലും കൊടുക്കാം. പക്ഷെ അവർക്ക് അതിൻ്റെ വ്യവസ്ഥകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സംവരണമുണ്ട്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുകയാണ്, ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സംവരണം തെറ്റാണ്. ആരെങ്കിലും കോടതിയിൽ പോയി വാദിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാനായിട്ട് ഒരു ഉത്തരവിടാനായിട്ട് സാധ്യമല്ല. കാരണം അതിന് നിയമമില്ല, കോടതി ഭരണഘടന അത് സമ്മതിയും നൽകുന്നില്ല. ഭരണഘടനാ പ്രകാരം നമുക്ക് സാധൂകരിക്കണ്ടേ, ആ സാധൂകരണവും സാധ്യമല്ല. പക്ഷേ 12% സംവരണം ഇവിടെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായിട്ടോ ഏത് തരത്തിലാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളേക്കാൾ താഴെ നിൽക്കുന്നത്? ഹിന്ദുക്കളിലെ ഈ പിന്നാക്ക ജനവിഭാഗത്തേക്കാൾ താഴെ നിൽക്കുന്നത് എങ്ങനെയാണ്? ഏത് സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഒരു ചോദ്യം ചോദിക്കണ്ടേ? നിങ്ങൾ സമ്പന്നരുടെ പട്ടിക എടുത്തു നോക്ക്. സമ്പന്നരുടെ പട്ടികയിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് മേഖലയിൽ കിട്ടിയിട്ടുള്ളത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ്. എയ്ഡഡ് മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞൊരു മഹാസൗഭാഗ്യമാണ്. കാരണം സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് ജോലി കൊടുത്ത് സർക്കാരിനെ കൊണ്ട് ശമ്പളം കൊടുപ്പിക്കാവുന്ന രീതിയാണ്. ഇവർ നിയമനം നടത്തുകയും സർക്കാർ ശമ്പളം കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ്. അതിന് ക്യാപിറ്റേഷൻ ഫീ വാങ്ങിക്കുന്നത് വേറെ കൈക്കൂലിയായിട്ട്, അത് വേണ്ട. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നു, അല്ലാത്തതിനെക്കുറിച്ചാണ്. അതിവർക്കാണുള്ളത്. അപ്പോൾ ഹിന്ദുക്കളിലെ പിന്നാക്ക ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് മേലുള്ളൊരു കൈകടത്തലാണ് ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവരണം. ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുകയാണെങ്കിൽ അതിന് അർഹതപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ പിന്നാക്ക ഹിന്ദുക്കളാണ്. കാരണം ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഭൂസ്വത്തിലും സമ്പത്തിലും അധികാരത്തിലും പദവിയിലും എല്ലാം ഹിന്ദുക്കളിലെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെക്കാളൊക്കെ വളരെ മുന്നിലാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഇപ്പം നിലവിലിരിക്കുന്ന ഗവൺമെൻറ്, ആ നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റിൽ
ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഉള്ളൊരു സ്ഥാനമുണ്ട്. പിന്നാക്ക ഹിന്ദുക്കൾക്ക് എത്രയുണ്ട് അതിനകത്ത്? എത്ര പിന്നാക്ക ഹിന്ദു മന്ത്രിമാരുണ്ട് എന്നാലോചിച്ചു. 3 പേര്. ഷെഡ്യൂൾ കാസ്റ്റ് ഒരാളുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ് ഇല്ല. കേരളത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നത്, വേറെ എവിടത്തെയും കാര്യമല്ല. അപ്പോൾ എന്നിട്ടും സംവരണത്തിൻ്റെ ആനുകൂല്യം, സമ്പത്തും പദവിയും രാഷ്ട്രീയ സ്വാധീനവും അധികാരവും എല്ലാം കൈയാളി വെക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി കൊടുക്കുകയാണ് കേരളത്തിൽ. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. ഇത് മാറാതിരിക്കാൻ പറ്റില്ല. അത് പറയാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഒരവസ്ഥ. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയതയായി പോകുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അവർക്ക് അർഹമായത് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വർഗീയതയാകുന്നത്? അത് വർഗീയതയായി പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ അവകാശങ്ങൾ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗം കേരളത്തിൽ. അല്ലെങ്കിൽ എങ്ങനെയാണ്? നിങ്ങളെടുത്തു നോക്ക്, ബാക്ക്വേർഡ് ഹിന്ദുസിനെ എടുത്തു നോക്കുക. ഇപ്പോൾ ലത്തീൻ കത്തോലിക്കരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മുക്കുവര് മാർഗം മാറി കത്തോലിക്കരായതാണ് ലത്തീൻ കത്തോലിക്കർ. തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും ആലപ്പുഴയായാലും എറണാകുളത്താണ് അല്ലാത്ത കുറച്ച് വ്യത്യാസങ്ങളുള്ളത്. ബാക്കി മുഴുവൻ അങ്ങനെയാണ്. കൊച്ചിയായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂരായാലും കോഴിക്കോടായാലും ഒക്കെ അത് തന്നെയാണ്. നിങ്ങളിതിനകത്ത് ഇതേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിന്ദു ഫിഷർ ഫോക്കിനെ എടുത്തു നോക്ക്. ആരാണ് ബാക്ക്വേർഡ്? നിങ്ങളെടുത്തു നോക്ക്. ഈ ലത്തീൻ കത്തോലിക്കർക്ക് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്? UGC പ്രൊഫസർമാർ ഏറ്റവും കൂടുതലുള്ളൊരു സമൂഹമല്ലേ. ഈ എറണാകുളത്ത് തന്നെ എടുത്തു നോക്ക്. സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, പിന്നെ കളമശ്ശേരിയിലുള്ള കോളേജ്, എന്താ അതിൻ്റെ പേര്? സെൻറ്റ് പീറ്റേഴ്സ് അല്ല, എന്താണ്, സെൻറ്റ് പോൾസ് കോളേജ്, സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ്, അക്വിനാസ് കോളേജ്, എത്ര എണ്ണമുള്ളത്? സെൻറ്റ് തെരേസാസ് കോളേജ്. ഇത് മുഴുവൻ ലത്തീൻ സഭയുടെ കോളേജുകളാണ്. ഞാൻ ഇവിടുത്തെ കാര്യം, കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ ഫാത്തിമ മാതാ നാഷണൽ കോളേജ്, ആലപ്പുഴ പോയി കഴിഞ്ഞാൽ സെൻറ്റ് ജോസഫ്സ് കോളേജ്. ഇതൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നതാണ്. വേറെയും ഉണ്ട് സ്ഥാപനങ്ങൾ. ഹിന്ദു ഫിഷർ ഫോക്കിന് എന്തുണ്ട്? പക്ഷേ സംവരണം കൊടുക്കുന്നത് അവർക്കാണ്. അത് ഈ രാഷ്ട്രീയ അധികാരത്തിൻ്റെ മുഷ്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഇല്ലേ, ഇപ്പോൾ ഇതിൽ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മതപരിവർത്തനത്തിനും കൂടെ ഉള്ള ഒരു വിലകല്ലേ. കാരണം പിന്നെ തീർച്ചയായിട്ടും മതപരിവർത്തനത്തിന് ഇതെല്ലാം സഹായിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ മതപരിവർത്തനം എന്ന സംഗതി അതെന്തിൻ്റെ പേരിലാണെങ്കിലും നിരോധിക്കപ്പെടണമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. നിരോധിക്കപ്പെടുക തന്നെ വേണം. കാരണം എന്തടിസ്ഥാനത്തിലാണ്? മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അതൊരു ആത്മീയ പ്രവർത്തനമല്ല. കാരണം ആളെ സംഘടിപ്പിച്ചിട്ട് രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിന് വേണ്ടി നടത്തുന്നൊരു കാര്യമാണ്. അല്ലാതെ എങ്ങനെയാണ് ശരിയാകുന്നത്? എൻ്റെ മതത്തിലൂടെ മാത്രമേ ഒരാൾക്ക് മോക്ഷം കിട്ടൂ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? യേശുദേവൻ ജനിക്കുന്നതിന് മുമ്പും രാജ്യത്ത് ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ, അല്ലേ? അവർ ജനിച്ചിട്ടുമൊക്കെ ഉണ്ടല്ലോ. അവരെല്ലാവരും നരകത്തിലായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ചോ? ബാക്കിയുള്ളവരും കൂടി വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമല്ലേ? വാൽമീകിയും വേദവ്യാസനും കാളിദാസനും ഒക്കെ നരകത്തിലായിരുന്നു എന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം വരും നമുക്ക്. ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിച്ചിട്ട് നമുക്ക് ഒരു വിരോധമില്ല. അവർക്കങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്ന് പറയുന്നതാണ് മതപരിവർത്തനം. എന്നുവെച്ചാൽ ഞങ്ങളുടെ വിശ്വാസമാണ് ശരി, ബാക്കി വിശ്വാസങ്ങളൊക്കെ തെറ്റാണ്, അതുകൊണ്ട് ഞങ്ങളിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നത് എന്ന് പറയുന്നതാണ് തെറ്റ്.
അത് ചെയ്യാൻ പാടില്ല. അത് ഏത് മതമായാലും ശരിയാണ്. മതപരിവർത്തനം മനുഷ്യനും ദൈവത്തിനും എതിരെ ചെയ്യുന്ന കുറ്റകൃത്യമാണ്. ഈ നിർവചനം ഈ കാര്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് മതപരിവർത്തനത്തെക്കുറിച്ച്. മനുഷ്യനും ദൈവത്തിനും എതിരെ ചെയ്യുന്ന കുറ്റകൃത്യമാണത്. ഒരു കാരണവശാലും അത് അനുവദിക്കാനും സാധ്യമല്ല. ഒരു കാരണവശാലും അനുവദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്നത് അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അത് നിരോധിക്കപ്പെടുക തന്നെ വേണം. എന്തായാലും അതിനൊരു വിലങ്ങായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിധി വരുന്നത്. അല്ല, അത് ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഗം മാറി അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാലും ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ കൂടുതൽ കിട്ടുന്നു. ഇവിടെ ഒന്നുമില്ല. എന്താ, ഇവർക്ക് എല്ലാ സമ്പത്തും എല്ലാ അധികാരവും എല്ലാം കൈയടക്കി വെച്ചുകൊണ്ട് ആണ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിന്ദുക്കളെ എടുത്തു നോക്ക്. കറസ്പോണ്ടിങ് ആയ ഹിന്ദുക്കൾക്കൊന്നുമില്ല. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് അവർക്ക് വാരിക്കോരി സംവരണം കൂടി കൊടുക്കുകയാണ്. കേരളത്തിലാണ് കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ടത് തന്നെ വേണം. അതിനു വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വരണം. അപ്പോഴിത് അവസാനിക്കുള്ളൂ. കാരണം ഇതെങ്ങനെ ശരിയാകുന്നത്? എന്ത് ന്യായമുണ്ട് ഇതിന്? എന്ത് പഠനം നടന്നിട്ടുണ്ട്? 4% സംവരണം കൊടുക്കാൻ വേണ്ടി ലത്തീൻ സഭയ്ക്ക് തീരുമാനിക്കുമ്പോൾ എന്ത് പഠനം നടന്നിട്ടുണ്ട്? ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇതിപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന കോളേജുകളുടെ കാര്യം പറഞ്ഞാണ്. വേറെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാക്കി സമുദായത്തിന് എന്തുണ്ട് കയ്യിൽ? ഒന്നുമില്ല. അവർക്ക് സംവരണമില്ല, ഇവർക്ക് സംവരണം കൊടുക്കുന്നു. ഇതെവിടുത്തെ ന്യായമാണിത്? അപ്പം അതുകൊണ്ട് കോടതി പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. കേരളത്തിലും ഇത് സംബന്ധിച്ച് വിധികൾ ഉണ്ടാവുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.